രാജ്യത്തെ LPG പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസവുമായി ഇന്നും നാളെയും 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യയിലെത്തും. 2 ടാങ്കർ കപ്പലുകളിലായി 94,000 ടൺ LPGയാണ് രാജ്യത്തേക്ക് എത്തുന്നത്. BWLM, BW ടയർ എന്നീ കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുള്ളത്. 18 കപ്പലുകളാണ് ഇനി ഹോർമൂസ് കടക്കാനുള്ളത്. പേർഷ്യൻ ഗൾഫിലേക്ക് എണ്ണ കൊണ്ടുവരാൻ ഇനി കപ്പലുകൾ അയക്കുന്നത് നിലവിൽ പരിഗണനയിൽ ഇല്ലെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. കരിഞ്ചന്ത തടയാൻ സംസ്ഥാനങ്ങൾ കൺട്രോൾ റൂമുകൾ തുടങ്ങണം എന്ന് കേന്ദ്രം ആവർത്തിച്ചു. പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ജനങ്ങളോട് നിരന്തരം സമ്പർക്കം നടത്തുന്നില്ല. പാർലമെന്റിൽ ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യണം എന്ന് പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു. രാജ്യം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും പ്രിയങ്ക ഗാന്ധി വിശദമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ ജാഗ് വസന്ത്, നന്ദാദേവി, ശിവാലിക് എന്നീ കപ്പലുകളിൽ LPG രാജ്യത്ത് എത്തിയിരുന്നു. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലുള്ള കപ്പലുകളുടെ നീക്കം കേന്ദ്രം തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട്. അറബിക്കടലിലടക്കം നാവികസേന നിർണായക പങ്കാണ് ഈ കപ്പലുകളുടെ നീക്കത്തിൽ വഹിക്കുന്നത്. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുടെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലും കപ്പലുകൾക്കുമാണ് നാവികസേന നിർദ്ദേശം നൽകുന്നത്. നേരത്തെ ഓപ്പറേഷൻ സങ്കൽപ്പിലും ഇന്ത്യൻ നാവികസേന കൃത്യമായ പങ്ക് വഹിച്ചിരുന്നു. അതേസമയം പസഫിക് സമുദ്രത്തിലെ ഇവോ ജിമ ദ്വീപിൽ പതാക കാട്ടി വിജയം ആഘോഷിച്ച 20-ാം നൂറ്റാണ്ടിലെ ആ പഴയ അമേരിക്കയല്ല ഇന്നത്തെ ലോകമെന്ന് അമേരിക്ക തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അധിനിവേശത്തിന്റെ കറുത്ത ചരിത്രമുള്ള അമേരിക്കൻ സൈന്യം ഇറാന്റെ പരമാധികാരത്തിനുമേൽ കൈവയ്ക്കാൻ തുനിയുമ്പോൾ അവർ അഭിമുഖീകരിക്കേണ്ടത് വെറുമൊരു രാജ്യത്തെയല്ല, മറിച്ച് തകർക്കാനാകാത്ത പോരാട്ട വീര്യമുള്ള ഒരു ജനതയെയാണ്. ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് വേദിയാകുകയാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ്. 2-ാം ലോക മഹായുദ്ധകാലത്ത് പല തന്ത്രങ്ങളും ഇറാന്റെ മണ്ണിൽ പയറ്റാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ മോഹം വെറും പകൽക്കിനാവ് മാത്രമാണ്. ജപ്പാനെ കീഴ്പ്പെടുത്തിയതുപോലെ ഇറാന്റെ പവിത്രമായ മണ്ണ് പിടിച്ചെടുക്കാമെന്ന് കരുതുന്നവർ ചരിത്രത്തിന്റെ താളുകൾ മറന്നുപോയിരിക്കുന്നു. ഇറാന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെയും മിസൈൽ സാങ്കേതിക വിദ്യയും നിസാരവൽക്കരിക്കുന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ വലിയൊരു ദുരന്തത്തിലേക്കുള്ള ക്ഷണക്കത്താണ്. ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തുന്ന ബോംബാക്രമണങ്ങൾ ഫലം കാണുന്നില്ല എന്നതാണ് വസ്തുത. ആയിരക്കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബിട്ടിട്ടും ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തൊടാൻ പോലും അധിനിവേശ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ താക്കോൽ തങ്ങളുടെ കൈവശമാണെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. തന്റെ രാഷ്ട്രീയ ഭാവിയും തിരഞ്ഞെടുപ്പ് വിജയങ്ങളും ലക്ഷ്യമിട്ട് ട്രംപ് നടത്തുന്ന ഓരോ സൈനിക വിന്യാസവും ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുകയാണ്. ചൈനയുമായുള്ള ഉച്ചകോടിയും അമേരിക്കയുടെ വാർഷികാഘോഷങ്ങളും മുന്നിൽ കണ്ട് താനൊരു ശക്തനായ നേതാവാണെന്ന് വരുത്തി തീർക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തെ ഇറാൻ നിഷ്കരുണം തകർക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതിക മികവിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇറാൻ ഉയർത്തുന്നത്. 6000-ലധികം മറൈൻ സൈനികരെ മേഖലകളിലേക്ക് അയച്ചിട്ടും ഇറാനിയൻ ജനതയുടെ മനക്കരുത്തിനു മുന്നിൽ അവർ പകച്ചു നിൽക്കുന്നു. എണ്ണവില 60% വർദ്ധിച്ചുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിരോധത്തിലാക്കാൻ ഇറാന്റെ ഒരൊറ്റ നീക്കത്തിനു സാധിച്ചു എന്നത് സാമ്രാജ്യത്വത്തിന്റെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെക്കോവിന്റെ തോക്ക് തത്വത്തെക്കുറിച്ച് അമേരിക്ക വീമ്പിളക്കുമ്പോൾ ആ തോക്ക് സ്വന്തം നെഞ്ചിന് നേരെ തിരിക്കാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. USS ബോക്സർ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് അടുക്കുന്നത് സമാധാനത്തിനുള്ള വഴിയല്ല, മറിച്ച് അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ ഒരുക്കാനുള്ള തുടക്കമാണ്. കടലിൽ നിന്ന് കരയിലേക്ക് ഒരു അധിനിവേശം നടത്താൻ തുനിഞ്ഞാൽ പേർഷ്യൻ ഉൾക്കടലിലെ ഓളങ്ങൾ അമേരിക്കൻ രക്തം കൊണ്ട് ചുവക്കുമെന്ന് ഇറാൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ എന്ന കിരീടത്തിലെ രത്നമായ ഖാർക്ട്യൂബ് പിടിച്ചെടുക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. ഇറാന്റെ എണ്ണ സമ്പത്തിന്റെ 90% ഒഴുകുന്ന ഈ ദ്വീപിന് കാവലായി നിൽക്കുന്നത് ഇറാന്റെ വിപ്ലവ ഗാർഡുകളുടെ ചാവേർപ്പടയാണ്. അത്യാധുനിക മൈനുകളും മിസൈലുകളും കൊണ്ട് ഈ ദ്വീപിനെ ഒരു അജയ്യമായ കോട്ടയാക്കി മാറ്റാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. 29 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മണ്ണ് അമേരിക്കൻ സൈന്യത്തിന് മരണക്കിണിയായി മാറും. ഇവോ ജിമയിലെ പതാക നാട്ടലിനെ കുറിച്ച് സ്വപ്നം കാണുന്ന ട്രംപിനെ വേട്ടയാടേണ്ടത് 1980-ലെ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയുടെ ദുരന്ത ചിത്രമാണ്. ഇറാന്റെ മരുഭൂമിയിൽ തകർന്നു വീണ അമേരിക്കൻ ഹെലികോപ്റ്ററുകളും 8 സൈനികരുടെ മൃതദേഹങ്ങളും അധിനിവേശത്തിന്റെ പരാജയ ചിഹ്നമായി ഇന്നും ചരിത്രത്തിലുണ്ട്. ഇറാന്റെ ദശലക്ഷക്കണക്കിന് വരുന്ന കരസേനയും ബാസിച്ച് അർദ്ധ സൈനിക വിഭാഗവും ഇന്നും പൂർണ്ണ സജ്ജമാണ്. വൻകരയിൽ നിന്നുള്ള ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ പടക്കപ്പലുകളെ ഏത് നിമിഷവും തകർക്കാൻ പ്രാപ്തമാണ്. കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നും അമേരിക്കൻ സൈനിക താവളങ്ങളെ ചാരമാക്കുമെന്നുമുള്ള ഇറാന്റെ ഭീഷണി വെറും വാക്കല്ലെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അധിനിവേശത്തിന്റെ അന്ധകാരം വിതരാൻ വരുന്നവർക്ക് ഇറാന്റെ മണ്ണ് അവർ വിട്ടുകൊടുക്കില്ല. സ്വന്തം പരമാധികാരത്തിനായി പോരാടുന്ന ഒരു രാഷ്ട്രത്തെ കീഴ്പ്പെടുത്താമെന്നത് സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരം മാത്രമാണ്. ഈ പോരാട്ടത്തിൽ ഇറാൻ ഉയർത്തുന്നത് പ്രതിരോധത്തിന്റെ പതാകയാണ്. അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് അന്ത്യം കുറിക്കാൻ ഇറാന്റെ ഈ നിശ്ചയദാർഢ്യത്തിന് കഴിയുമെന്ന് ലോകം ഇന്ന് തിരിച്ചറിയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.